ചില സിനിമകൾ ആദ്യം ഇറങ്ങുമ്പോഴേ അത് കറക്റ്റ് രീതിയിലായിരിക്കില്ല ചിലപ്പോൾ ജനങ്ങളിലോട്ട് എത്തുന്നത്. ഒരാഴ്ച സാർ ഇത്രയും കോൺഫിഡൻസ് കൊടുത്തു, വീണ്ടും സംവിധായകരെയും പ്രൊഡ്യൂസേഴ്സിനെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും തിയേറ്ററുകാരെയും റെപ്രസെൻറ്റേറ്റീവ്സിനെയും ഒക്കെ വിളിച്ച് സാർ ഒന്ന് ക്ഷമിക്കൂ ഇത് വർക്കൗട്ട് ആവുമെന്ന്. പക്ഷെ ഇന്ന് ആ ഒരു അത്രയും ഒരു സമയം കിട്ടുമോ ഇവർക്കൊരു സാവധാനം? ഇന്നത്തെ ഒരു വലിയ ദുരന്തം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ വളർച്ചയാണ്. കണ്ട് പകുതിയാവുമ്പോഴേ അതിനെ ഇപ്പോൾ വരുന്ന ആൾക്കാർ സിനിമ കാണാൻ അല്ല വരുന്നത്, അവർ വിമർശിക്കാനാണ് വരുന്നത്. എല്ലാവരും ക്രിട്ടിക്സാണ്. അന്ന് അങ്ങനെയൊന്നുമില്ല. ഇതിപ്പം ആൾക്കാർക്ക് അറിവ് കൂടിയിട്ട് അവർക്ക് ഇൻ്റർനെറ്റിൽ കൂടെ ലോകത്തെ എല്ലാ സിനിമകളും അവർ കാണുന്നുണ്ട്, എല്ലാം അറിയാമെന്നുള്ള ധാരണയിൽ വന്നിരിക്കുകയാണ്. എല്ലാവരും സ്വയം ഡയറക്ടറാണ്, എല്ലാവരും സ്വയം സ്ക്രിപ്റ്റ് റൈറ്ററാണ്, എല്ലാവരും സ്വയം ക്രിട്ടിക്കുമാണ്. പക്ഷെ അത്തരത്തിൽ നല്ല സിനിമകളല്ലേ കുറേ ചൂഷണം ചെയ്യപ്പെടുന്നത്? അതെ, തീർച്ചയായിട്ടും അത് വലിയൊരു ദുരന്തമാണ്. കാരണം ജെന്യുവനായിട്ടുള്ള ആ സിനിമയുടെ ഓഡിയൻ എത്തുന്നതിന് മുമ്പ് ഇതിനെ കാറ്റഗറൈസ് ചെയ്ത് ഇതിനെ തള്ളിക്കളയുന്ന അവസ്ഥയാണ്. കാരണം ആദ്യ ദിവസം പോകുന്ന ഒരുപക്ഷെ പ്രേക്ഷകനുള്ള സിനിമയായിരിക്കില്ല അതൊരു ഫാമിലി വന്ന് കണ്ട് ഇഷ്ടപ്പെടേണ്ട സിനിമയായിരിക്കാം. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ റിലീസ് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇങ്ങനെ മെസ്സേജ് പോവുകയാണ്. 10ാമത്തെ മിനിറ്റിൽ ഇൻട്രൊഡക്ഷൻ കൊള്ളില്ല. അപ്പോൾ ഇവർ സിനിമ ആസ്വദിക്കുകയല്ല, അവരവിടെ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യും. ഒരു ബഹുഭൂരിപക്ഷം പുതിയ തലമുറ ചെറുപ്പക്കാർ, പുതിയ തലമുറ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ്. ഇതിനെ വിമർശിക്കുക, അതിൻ്റെ കുറവുകൾ കണ്ടെത്തുക, അതിൽ നന്മ കണ്ട് ആ പോസിറ്റീവായിട്ടുള്ള കാണുക എന്നുള്ളതല്ല. ഒട്ടും ക്ഷമയില്ല, ഒട്ടും ചെറിയ ഒരു കഥ പറയാനുള്ള ഒരു ലാഗുണ്ട്. ലാഗല്ല, ഒരു കാര്യം ഒരു പ്രത്യേകിച്ചും നമ്മുടെ മനസ്സിലേക്ക് ഒരു കാര്യം പതിഞ്ഞ് കിട്ടാനുള്ളൊരു സമയം, അതിന് ഇങ്ങനെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കണം. സിനിമയിൽ തന്നെ പലരും പറയാറുണ്ട്. റസാക്ക് ഒരിക്കൽ പറഞ്ഞാണ്, കഥ ഡിസ്കഷനിടെ പറയുന്നത്, ഏതോ ഒരു പുതിയ ഡയറക്ടർ പറയുന്നത്, നമ്മൾ ഓഡിയൻസിന് ചിന്തിക്കാൻ സമയം കൊടുക്കുക, അത് ഫാസ്റ്റ് ആയിരിക്കണമെന്ന് പറയും. പണ്ടൊക്കെ നമ്മൾ സിനിമ എടുത്തത് ആൾക്കാരെ ചിന്തിക്കാൻ വേണ്ടിയിട്ട്, ഈ സിനിമ ചിന്തിക്കട്ടെ. അപ്പോൾ റസാക്ക് പറഞ്ഞാൽ അങ്ങനെയാണ് പിന്നെ സിനിമ എടുക്കണ്ടല്ലോ, തിയേറ്ററിലോട്ട് കയറി എല്ലാവരും തലക്കിട്ടിട്ട് അടി വെച്ച് കൊടുത്താൽ പോലെ വെച്ച് പിന്നെ ചിന്തിക്കത്തേ.